ദിവസങ്ങളിലും അതുപോലുള്ള രോഗശാന്തികളും അതുപോലുള്ള വിടുതലുകളും ആമേൻ ശക്തമേറിയ ആത്മമണ്ഡലങ്ങളും എല്ലാം നമ്മുടെ മധ്യേ ദൈവം അയക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധമായ ദിവസങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനകളും ഒന്നും വൃഥാവല്ല. ആമേൻ. 3 ദിവസം, 7 ദിവസം, 21 ദിവസം, 40 ദിവസങ്ങളിലൊക്കെ ഉപവസിക്കുന്നവരുണ്ട്. പക്ഷേ ഞാനൊരു ദൂത് പറയാം. സ്തോത്രം. യേശു ഉപവസിച്ചപ്പോൾ അവനെ പരീക്ഷിപ്പാൻ സാത്താൻ അവന്റെ അടുക്കൽ വന്നു. അത് ഒന്നാമത്തെ അടയാളമാണ്. മറ്റൊരു അടയാളം, യേശു മരിച്ചു കല്ലറയ്ക്കകത്തായപ്പോൾ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഓർക്കണം, ഓരോന്നിന്റെയും അവസാനം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അവസാനമല്ല, അതൊരു ആരംഭമാണ്. ആമേൻ. സ്തോത്രം. 3-ാം ദിവസം കൊണ്ട് ഉപവാസം തീർന്നെന്ന് ആരൊക്കെയോ പറയുന്നു. പക്ഷേ 3-ാം ദിവസം കഴിയുമ്പോൾ നമ്മൾ ചിലത് ആരംഭിക്കാൻ പോവുകയാണ്. ആമേൻ. ആത്മാ കണ്ണുകളാൽ, സ്തോത്രം, വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നമ്മളിത് കാണണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ മുമ്പെങ്ങുമില്ലാത്ത അഭൂതപൂർവമായിരിക്കുന്ന വളർച്ച, മിനിസ്ട്രിയിലുള്ളവർക്ക് മിനിസ്ട്രിയിൽ വളർച്ച, ബിസിനസ് മേഖലകൾക്കകത്ത് വളർച്ച, സഭാ തലങ്ങളിൽ വളർച്ചകൾ പരിശുദ്ധമായ ദിവസങ്ങളിൽ ജനത്തിന്റെ മധ്യ അയക്കാൻ പോകുക. ആമേൻ. ഞാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ മേഖലയിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് തരണമേ. ആമേൻ. ഒരു വലിയ കർത്താവേ, ഒരു ബിൽഡിങ്ങിന്റെ പണി നടക്കുകയല്ല, അതിന്റെ പൂർത്തീകരണത്തിലോട്ട് വരുന്നത് പോലെ ദൈവമേ ഈ ദിവസങ്ങളിൽ ചെയ്യണമേ. അതാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ആമേൻ. സ്തോത്രം. ഈ വാക്യത്തിന്റെ അകത്ത് ഭയങ്കരമായിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെട്ട് കിടപ്പുണ്ട്. ഇത് ഇന്ന് രാത്രി കത്തിയാൽ, സ്തോത്രം, നമ്മുടെ സിറ്റുവേഷൻ ടോട്ടലി മാറും. ആമേൻ. ഇവിടെ പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആക്ച്വലി നമ്മൾ എല്ലാത്തിനും സ്വതന്ത്രരായിരിക്കുക. ആമേൻ. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ, നമ്മുടെ ജീവിത മേഖലകൾക്കകത്ത് എല്ലാം നമ്മൾ ഓൾറെഡി റിലീസായി സ്വതന്ത്രരായി മാറിയിരിക്കുക. 1947 നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അല്ലെ? സ്തോത്രം. എന്നാൽ ഇന്നും സ്വാതന്ത്ര്യം കിട്ടാതെ പല ഗ്രാമങ്ങൾക്കകത്തും പല പട്ടണങ്ങൾക്കകത്തും കുടുങ്ങിക്കിടക്കുന്ന ചില വ്യക്തികളുണ്ട്, അല്ലെ? അതുപോലെ ക്രിസ്തു സ്വതന്ത്രമാക്കിയിട്ടും സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു വിഭാഗം നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെ നോക്കി പൗലോസ് പറയുകയാണ്, നിങ്ങളെ ക്രിസ്തു സ്വതന്ത്രരാക്കിയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. ആമേൻ. പലപ്പോഴും നമ്മൾ ഉറച്ചു നിൽക്കാത്ത വിധത്തിൽ നമ്മളെ വാഗ്ദത്തങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന, ഈ ഉപവാസത്തിനെ ചോദ്യം ചെയ്യുന്ന, സ്തോത്രം, നമ്മുടെ ഭൗതിക നന്മകളെ ചോദ്യം ചെയ്യുന്ന, തലമുറകളുടെ വിടുതലുകളെ ചോദ്യം ചെയ്യുന്ന ചില ശക്തികളെ നോക്കി പൗലോസ് പറയുക, ഇല്ല, നീ ഉറച്ചു നിൽക്കണം. ആമേൻ. സ്തോത്രം. നിന്റെ കുടുംബ ജീവിതത്തെ ഭിന്നിപ്പിച്ച് കളയുവാൻ, സ്തോത്രം, നിന്റെ സഭകളെ ചിതറിപ്പിച്ച് കളയുവാൻ ഭാരതത്തിൽ വെളിപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ നോക്കി പൗലോസ് പറഞ്ഞു, ഇല്ല, ഉറച്ചു നിൽപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ആമേൻ. സ്തോത്രം. ഉറച്ചു നിൽക്കുക. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുക. ആമേൻ. എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭകാലങ്ങൾ, എന്റെ തീരെ ചെറിയ പ്രായങ്ങളിൽ ദൈവവേല ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ എന്നോടുകൂടെ ആവേശത്തോടുകൂടെ സ്വതന്ത്രരായി ആത്മമണ്ഡലത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇറങ്ങിയ ഒരുപാട് സഹോദരന്മാരെ എനിക്കറിയാം. അവരൊന്നും പലരും വിശ്വാസ ജീവിതത്തിൽ ഇന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, അവരെന്തുകൊണ്ട് വീണുപോയി? അവരെന്തുകൊണ്ട് പിന്മാറ്റത്തിലോട്ട് പോയി? എനിക്ക് കിട്ടിയ മറുപടി എന്തെന്നറിയാമോ? അവർ ഉറച്ചു നിന്നില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മ പറയുക, നിന്നെ വിളിച്ചത് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിച്ച് മറുപടി കിട്ടാതെ മടങ്ങിപ്പോകാനല്ല. തീച്ചൂടിയുടെ മധ്യത്തിൽ കൂടെ പോയാലും, സിംഹത്തിന്റെ ഗുഹയിൽ കൂടെ പോയാലും, അതിന്റെ മധ്യത്തിലും എന്നെ വിടുവിക്കുന്ന ഒരു ദൈവസന്നിധിയിൽ നിന്ന് ഉറച്ചു നിൽക്കാൻ പോകുക. ആമേൻ. സ്തോത്രം. ആരോടൊക്കെ ദൈവത്വ സംസാരിക്കുക? നിന്നെ തട്ടിക്കളയുവാൻ പത്രോസിനോട് യേശു പറഞ്ഞു, നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പാറ്റിക്കളയുവാൻ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ തകർത്തു കളയുവാൻ, ഇത്രയും കാലം ദൈവത്തെ സേവിച്ചിട്ട് എന്നാ കിട്ടി? ഉപവസിച്ചിട്ട് എന്നാ കിട്ടി? എന്നാൽ ഇന്ന് ദൈവത്മാവ് നിങ്ങളോട് പറയുകയാണ്, ആ ചോദിക്കുന്നവന്റെ മുൻപിൽ നിന്റെ നന്മകളെ ദൈവം പ്രദർശിപ്പിക്കാൻ പോവുക.
ഉടരാ ജഗൽക്കമന ശംദല രഗന ഹതുര ജഗൽക്കമന. യേശുവിന്റെ നാമത്തിൽ നിന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. നവോമി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇനി നിങ്ങളെന്നെ നവോമി എന്ന് വിളിക്കരുത്, മാറ എന്ന് വിളിപ്പീൻ. കാരണം എന്തെന്നറിയാം, കയ്പായുള്ളത് ദൈവം എന്നോട് പ്രവർത്തിച്ചിരിക്കുന്നു. പിന്നത്തേതിൽ സ്തോത്രം, നവോമിയുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ദൈവാത്മാവ് ഇതിന്റെ മധ്യ വന്ന സഹോദരിമാരുടെ ജീവിതത്തിലെ കയ്പുകളെ എടുത്തു മാറ്റുക. ആമേൻ. സ്തോത്രം. പേര് മാറാൻ പോകുക കേട്ടോ. മാറ എന്ന പേര് മാറാൻ പോകുക. മാറായെ മധുരമാക്കിയ ദൈവം ചിലതിന്റെ സിറ്റുവേഷനെ മാറ്റാൻ പോകുക. ഊടാ ഹതുരകമന. ഇന്ന് നീ ദുഃഖത്തോടെ മീറ്റിങ്ങിന് കയറിയെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുക, നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം അവൻ തുടച്ചു കളയും. സ്തോത്രം, സ്തോത്രം. ഉടരാ ജഗല ഹദിൽ കമന ശംദന വൈഡേ രഗന. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ശബ്ദം അടഞ്ഞിരിക്കുന്നത് കൊണ്ട് ഭയങ്കര കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പറയാനൊക്കുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും അധ്യായവനാണ്. കണ്ടിന്യൂസ് മീറ്റിംഗിൽ ശബ്ദമെടുത്ത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇന്ന് രാത്രി സ്തോത്രം, എന്റെ ശബ്ദം അടയാതെ വണ്ണം എന്റെ വാ തുറക്കേണ്ട ദൈവാത്മാവ് സഹായിക്കാൻ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ആമേൻ. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, പൗലോസ് പറയുകയാണ്, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിന് അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? വീണ്ടും കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ആമേൻ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കാം. എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. നല്ല കുടുംബമാണ്. പ്രാർത്ഥിക്കുന്ന വിശ്വാസമുള്ള ഒരു കുടുംബം. അവരുടെ മകൻ സ്തോത്രം ഇങ്ങനെ റോഡിൽ നിന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ കൂട്ടുകാരോട് കൂടി ഇരിക്കേണ്ടത് ഈ അടുത്ത് നടന്ന സംഭവമാണ്. റോഡരികിൽ കലിങ്കിൽ ഇരിക്കുന്ന തന്റെ ഫ്രണ്ട്സിനോട് കൂടെ ഇരിക്കാൻ വേണ്ടി പോയതാ. ഇവൻ സ്തോത്രം അവിടെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് ജീപ്പ് വരികയും അവിടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. ഇവന് കാര്യമൊന്നും മനസ്സിലായില്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളിൽ പലരും കഞ്ചാവ് പോക്കറ്റിൽ വെച്ചോണ്ടാ വന്നത്. ഇവനറിയത്തില്ലായിരുന്നു. ആമേൻ. പാവപ്പെട്ട ഒരു കുടുംബം, പെന്തക്കോസ്ത് കുടുംബമാ. ഇവൻ കുടുങ്ങിപ്പോയി എന്ന് വെച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അത് ഭയങ്കര പത്രവാർത്തയെല്ലാം വന്നു. അവിടെ മാതാവിനും പിതാവിനും തല ഉയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യം. പോലീസിനോടെല്ലാം പറഞ്ഞ് അവർ വിശ്വസിക്കുമോ? ആമേൻ. ഇനി തെളിവ് കൊണ്ടുവരാൻ എന്നാ പാടുപെടണം. ഇനി വിദേശത്തേക്ക് വിസ കിട്ടാൻ എന്നാ കഷ്ടമാ പോലീസ് കേസായാൽ. ഇവിടെ പറയുകയാണ്, അടിമനുഖത്തിൽ നിന്നെ കുടുക്കിക്കളയുവാൻ നീ അറിയാത്ത മണ്ഡലങ്ങളിൽ സാത്താൻ കുടുക്കുകൾ ഒരുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവ പൈതലേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, ആത്മാവിൽ നിന്റെ കണ്ണ് തുറക്കട്ടെ. കുഴഞ്ഞ മുഴങ്കാലുകൾ, കൈകളെ ദൈവം ബലപ്പെടുത്താൻ പോകുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചില മണ്ഡലങ്ങൾക്കകത്ത് ദൈവാത്മാവിന്റെ റിലീസ് വരികയാ. ഉടരാ ജഗല മനക രഗൽക്കമന സന്ദര ജഗൽക്കമാന. ദൈവാത്മാവ് പറയുക, ഈ സൂം മീറ്റിംഗിൽ അനേക വ്യക്തികൾ കയറി വിടുതൽ പ്രാപിക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു. ധീരാ ഹദിര ജഗൽക്കമന ശന്തന രഗൽക്കമന ഹന്തുര ജഗൽക്കമന. അപ്പോൾ എന്നെ കുടുക്കിക്കളയുവാൻ എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ പലവിധ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് ശൗലിന്റെ രൂപത്തിൽ വന്നു. ആമീൻ. അത് ബിലയാമിന്റെ രൂപത്തിൽ വന്നു. സ്തോത്രം. പല രീതിയിൽ എന്നെ തകർത്ത് കളയുവാൻ ശക്തി വന്നു. ഏദൻ തോട്ടത്തിലെ പാമ്പിന്റെ രൂപത്തിൽ വന്നു. മെലീത്ത ദ്വീപിലെ അണലിയുടെ രൂപത്തിൽ വന്നു. പെരുമ്പാമ്പിന്റെ രൂപത്തിലും സിംഹത്തിന്റെ രൂപത്തിലും എല്ലാം ഇവൻ വരും. എന്തിനാണെന്നറിയാമോ? നിന്നെ അടിമപ്പെടുത്തുവാൻ. ചിലർക്ക് പാപം ചെയ്യാൻ ടെൻഡൻസി കൂടുതലാ. എന്നാ പാപത്തിന്റെ ടെൻഡൻസി. ചിലർക്ക് ഭവനത്തിന്റെ അകത്ത് കലഹത്തിന്റെ ആത്മാവാ. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭയങ്കര അടിയും പിടിയും, ഒരിക്കലും സമാധാനമില്ല. ചില ഭവനങ്ങളിൽ അപ്പനും മക്കളും യോജിക്കത്തില്ല. ഒരിക്കലും ഒരു പാസ്റ്റർ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയപ്പോൾ സ്തോത്രം, അവിടെ കുറച്ച് ട്രാക്ട് പാസ്റ്റർ ആ വീട്ടുകാർക്ക് പെന്തക്കോസ്തുകാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ ഈ ട്രാക്ട് കൊടുത്ത് സുവിശേഷം പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിക്കുക, ഞങ്ങളുടെ ഭവനത്തിന് സ്തോത്രം ഒരു സാക്ഷ്യവുമില്ല, ഇവിടെ ഒന്നും അടിയാ. അപ്പുറത്തെ ഹൈന്ദവ ഭവനങ്ങളിൽ ഞങ്ങൾ ചെന്ന് സുവിശേഷ പ്രതി കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾ നന്നായിട്ട് സ്തോത്രം ഞങ്ങൾ ഉപദേശിച്ചാൽ മതിയെന്ന്. അപ്പൊ ഞങ്ങൾ എന്നാ പാസ്റ്റർ ചെയ്യുന്നത്? അപ്പൊ പാസ്റ്റർ പറയാ, സ്തോത്രം ഈ ട്രാക്ട് കൊടുത്ത് നിങ്ങൾ പറഞ്ഞു, ഞങ്ങളോ നന്നായിട്ടില്ല, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്. ആമേൻ. സ്തോത്രം. എന്നതുപോലെ ദൈവജനത്തിന്റെ ജീവിതത്തെ കുടുക്കിക്കളയുന്ന, മനസ്സിലായില്ലല്ലേ? നിന്റെ ഭവനത്തിന്റെ അകത്ത് സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന, നിന്റെ തലമുറകൾ ഉയർച്ചയെ തടയുന്ന അടിമനുഖങ്ങളുണ്ടല്ലോ. ആ അടിമനുഖങ്ങളെ നോക്കി നീ പറയണം, ഈ ഉപവാസ പ്രാർത്ഥനയിൽ കീഴടങ്ങി മാറുക.
ഊടാ ഹദുരാ ജഗൽക്കമന. എത്ര പേർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? ഓ സ്തോത്രം, നിന്റെ വിടുതലിന്റെ ശബ്ദം ഞാൻ ആത്മാവിൽ കേൾക്കയാ. ഉടരാ ജഗൽക്കമന സദര ജഗൽക്കമന. ഇന്ന് നീ ആയിരിക്കുന്നിടങ്ങളിൽ നിന്റെ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കുക. എന്തിനാണെന്നറിയാമോ? നിന്റെ കുടുംബത്തിൽ വലിയ ശക്തിയുടെ വ്യാപാരം വെളിപ്പെടേണ്ടതിന്. ഓ സ്തോത്രം, നിന്റെ സഭയ്ക്കകത്ത് നീ ഒരു ഉണർവായി മാറാൻ പോകുക. ഓ നിന്റെ ദേശത്ത് നീ ഒരു ഉണർവായി മാറാൻ പോകുക. റിഗലേ ജഗലേ ഹദുര വൈഡമന ശംദല രഗൽക്കമന. പാമ്പിന്റെ രൂപത്തിലും തേളിന്റെ രൂപത്തിലും സിംഹത്തിന്റെ രൂപത്തിലും കുടുംബകലഹത്തിന്റെ രൂപത്തിലും തലമുറയുടെ പിന്മാറ്റത്തിന്റെ രൂപത്തിലും സാമ്പത്തിക ദാരിദ്ര്യത്തിന്റെ രൂപത്തിലും പിശാച് കയറി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവ വൈതലേ എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ, സ്തോത്രം. ഉടനെ ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുകയാണല്ലോ, ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുകയാണല്ലോ. എന്റെ വിടുതലുകൾ എപ്പോൾ നടക്കുമെന്ന് നീ ചോദിക്കുന്നെങ്കിൽ ദൈവാത്മാവ് അറിയുക, നിന്റെ വിടുതൽ നീ കൈ നീട്ടിയെടുത്തോ. ഇന്നിതാ ദൈവാത്മാവ് ഇതിന്റെ മധ്യേ മന്നയാൽ, ഓ കാടപ്പക്ഷികളാൽ തന്റെ ജനത്തെ നിറച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്നിട്ട് താഴോട്ടേക്ക് വരുമ്പോൾ ഒരു വാക്യമുണ്ട്, യെശയ്യാപ്രവചനം. ഞാൻ വായിക്കാം. യെശയ്യാപ്രവചനം, അല്ല നിങ്ങൾ എന്നെ ആരും കൂടെ വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം 61 അധ്യായം 4 വാക്യം ഒരാൾ വായിക്കണം. യെശയ്യാപ്രവചനം 61 അധ്യായം 4 വാക്യം. ആമേൻ, സ്തോത്രം. ഞാൻ വായിക്കാം, എന്നാൽ സമയം ലേറ്റ് ആവുന്നു. ഓക്കെ, അല്ല അല്ല, യെശയ്യാപ്രവചനം 61 അധ്യായം 4 വാക്യം. ആണല്ലേ? എന്നാ ഞാൻ വായിക്കാം. ഞാൻ തെറ്റെന്ന് അറിയത്തില്ല. ശൂന്യങ്ങളെ പഠിക്കുകയും പൂർവികന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപാട് പോക്കുകയും ചെയ്യും. ഇവിടെ പറയുകയാണ്, സ്തോത്ര, യെശയ്യാപ്രവചനം 61 അധ്യായം 4 വാക്യമാണ് നമ്മൾ വായിച്ചത്. അവർ പുരാതന ശൂന്യങ്ങളെ പണിയും, പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കും. അങ്ങനാണെങ്കിൽ പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവാചകനിലൂടെ പറയുകയാണ്, സ്തോത്രം, നിന്റെ ജീവിതത്തിൽ പുരാതനമായി സ്തോത്രം തകർന്നു കിടക്കുന്ന മേഖലകളിൽ പണി നടക്കാൻ പോകുക. ആമേൻ. ഇനി ഒരിക്കലും പണിയത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, പുരാതന ശൂന്യങ്ങളെ പണിയും. പാരമ്പര്യമായി പിതാവിന്റെ പിതാവിങ്കിൽ നിന്നും നിന്റെ ഭവനത്തിൽ കയറിയിരിക്കുന്ന വെല്ലുവിളികളുണ്ടല്ലോ, ശാപത്തിന്റെ കെട്ടുകളുണ്ടല്ലോ, തകർന്നു കിടക്കുന്ന ഭവനാന്തരീക്ഷങ്ങളുണ്ടല്ലോ, ഭ്രാന്തിന്റെ ശക്തികളുണ്ടല്ലോ, വെല്ലുവിളിയുടെ ശക്തികളുണ്ടല്ലോ, അതിനെ ദൈവം പണിയാൻ പോവുക. ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവിതാ ചില ഭവനങ്ങൾക്കകത്ത് ചില പണികൾ നടത്താൻ പോവുക. ഉടരാ ഹദുരാ ജഗൽ. ചിലർക്ക് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല, ഇപ്പോഴും കാരാഗ്രഹത്തില. ജോസഫിനെ പോലെ കാരാഗ്രഹത്തിലും ദാനിയേലിനെ പോലെ സിംഹത്തിന്റെ ഗുഹയിലും കുടുങ്ങിക്കിടക്കുക. അവരോട് ദൈവാത്മാ പറയുന്നു, സ്തോത്രം, നിങ്ങളെ കൊണ്ട് ചിലതൊക്കെ പണിയിക്കാൻ പോകുകയാ. ഓ സ്തോത്രം, ചിലതെല്ലാം പണിഞ്ഞെടുക്കുന്ന ശുശ്രൂഷ. ഓ നീ പ്രാർത്ഥന റൂമിൽ മുട്ടുമടക്കുമ്പോൾ, ഓ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നീ ചിലതെല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മറക്കണ്ട കേട്ടോ. ഈ ഉപവാസ പ്രാർത്ഥനകൾ വെറുതെ ഒരു ഉപവാസമല്ല, ചില പണികൾ നടക്കുന്ന ഉപവാസമാ. ആമേൻ, സ്തോത്രം. ഓ നിന്റെ കണ്ണുനീരിന്റെ മറുപടികൾ വരുന്ന ഉപവാസമാ. ഹന്നയുടെ കണ്ണുനീര് നിമിത്തം ഒരു സമൂവേൽ പ്രവാചകൻ വെളിയിൽ വന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ അകത്ത് ചിലതിനൊക്കെ വെളിയിൽ കൊണ്ടുവരാൻ പോകുക. സ്തോത്രം. ഉടരാ ഹദരജൽക്കമന. ചിലതെല്ലാം വെളിയിൽ വരുന്ന രാത്രികാലമാണെന്ന്. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിംഗിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സഹോദരി ഒരു പ്രായമുള്ളൊരു അമ്മച്ചി, 70 വയസ്സുണ്ട്. അവർ ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ ഇടയ്ക്കൊക്കെ കടന്നു വരാറുണ്ട്. ഒരു ദിവസം രാത്രി ഞാൻ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു ഏകദേശം 6:30 മണി, ഇവിടുത്തെ, ഞാൻ ഓസ്ട്രേലിയയാണ് സമയം, ഇവിടുത്തെ 6:30 മണിക്ക് വൈകിട്ട് ഞാൻ പോകുമ്പോൾ അവരുടെ കോൾ വന്നു. അവരപ്പോൾ അങ്ങനെ വിളിക്കുന്നവരല്ല, അവർ ടീച്ചറാണ്, നല്ല റിട്ടയർഡ് ടീച്ചറാണ്. അവരെന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് കരയുവാൻ ആരംഭിച്ചു. ഞാൻ എന്നെ പറ്റിയെന്ന് വെച്ചാൽ അവർ പറയാ, സ്തോത്രം, എനിക്ക് ഒരു പ്രത്യേക തരത്തിൽ പനി പിടിച്ചിരിക്കുക. അതിനെന്തൊക്കെ പേര് പറഞ്ഞു എനിക്കറിയത്തില്ല. അത് യൂറിനറി ഇൻഫെക്ഷനായും പിന്നത്തേത് എന്റെ കിഡ്നിയെ വരെ ബാധിച്ചിരിക്കുക. സ്തോത്രം. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി അവർ മരിക്കാൻ പോവുകയാണെന്ന്.
കിഡ്നിക്കൊക്കെ പ്രോബ്ലം വന്നാൽ സ്തോത്രം ഇത് കേട്ടതോടുകൂടെ സ്തോത്രം എനിക്ക് ഭയങ്കര ഒരു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആ ലെവലിൽ ഞാൻ ആകെ കൂടെ സ്റ്റക്കായി പോയി. എന്നിട്ട് അവർ പറയുകയാണ് പാസ്റ്റർ പ്രാർത്ഥിക്കണം, അവർക്ക് സംസാരിക്കാൻ ശ്വാസം കിട്ടുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഉടനെ സ്തോത്രം ഞാൻ അവർക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഞാൻ ഒന്ന് പറഞ്ഞു, വിശ്വസിക്കാൻ തയ്യാറാകണം. എന്താ വിശ്വസിക്കാൻ തയ്യാറാകണം? അവർ പറഞ്ഞു നാളെ രാവിലത്തെ മീറ്റിംഗിൽ വിശ്വാസത്തോടെ ഞാൻ കയറാൻ പോകുകയാ. ആമേൻ. അവർക്ക് 2 പെൺമക്കളാ. സ്തോത്രം. അവർ പറയാണ് എൻ്റെ ഒരു മോൾ ഇപ്പം വീട്ടിലില്ല, അവളെ കാണാതെ ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങളെ ഞാൻ ശാസിക്കുന്നു, അവന്റെ അടിപ്പിഴലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അന്ന് വൈകിട്ട് പ്രാർത്ഥിച്ചതിന്റെ ശേഷം രാവിലത്തെ മീറ്റിംഗിൽ അവർ കയറി. നിങ്ങൾക്കറിയാവോ, അവർക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിലും അവർ അവിടെ വന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ശക്തി അവിടെ മേൽ കടന്നു വരികയും ആമേൻ അവർ എഴുന്നേറ്റ് വെള്ളം കുടിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. സ്തോത്രം. ഇവിടെ ആരെങ്കിലും എന്റെ മീറ്റിംഗിലുള്ളവരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. പബ്ലിക്കായി പറഞ്ഞ സാക്ഷ്യമാണ് കേട്ടോ. പെട്ടെന്ന് അവിടെ മുഖത്തൊരു പ്രകാശം വന്നെന്ന്. അവൻ പെട്ടെന്ന് അവരുടെ ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു, മുഖത്തൊരു പ്രകാശം വന്നു. അതിന്റെ ശേഷവും സ്തോത്രം അവർ എഴുന്നേറ്റ് വെള്ളം കുടിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന് ചെക്കിങ്ങിന് പോവുകയാണ്, വരുമ്പോൾ നല്ല റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവർ പോയപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കിഡ്നി ഒന്നും ബാധിച്ചിട്ടില്ല, സ്തോത്രം, യൂറിനറി ഇൻഫെക്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ, ആന്റിബയോട്ടിക് എടുത്താൽ മാറാവുന്നത് മാത്രമേ ഉള്ളൂ എന്ന്. കഴിഞ്ഞ ബുധനാഴ്ച അവർ വന്നേച്ച് സാക്ഷ്യം പറഞ്ഞു, ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചു, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. ഓ, മരണത്തിന്റെ കണിയിൽ നിന്നും ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും തന്റെ ജനത്തെ വിടുവിക്കുന്ന ദൈവം. നീ എപ്പം മരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു സാത്താനല്ല. ഓ, നിന്റെ ആയുസ് നിനക്ക് തീരുമാനിക്കാം. ഇന്ന് ദൈവത്തിന്റെ ആത്മാ പറയുക, അവൻ എന്റെ പ്രാണനെ കാക്കുന്നവരോട് കൂടി ഉണ്ട്. ഉടര മനക ശംദല രകൽക്കമല, എന്റെ പ്രാണനെ കാക്കുന്നവരോട് കൂടെ എന്റെ ദൈവമുണ്ട്. ആമേൻ. ദാവീദ് പറഞ്ഞു, എന്റെ വശത്ത് 1000 പേരും എന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എന്നാൽ അവ എന്നോട് അടുക്കയില്ല. ഓ, എന്നോട് അടുക്കാതെ വണ്ണം ഈ കൊറോണ രോഗങ്ങളിൽ നിന്നും, ക്യാൻസറിൽ നിന്നും, ശാപക്കെട്ടുകളിൽ നിന്നും, ഓ യേശു കിഡ്നി പേഷ്യന്റ് ആയിരിക്കുന്ന വ്യക്തികളെ യേശു സൗഖ്യമാക്കുന്ന വാർത്ത നിങ്ങൾ കേൾക്കാൻ പോകുക. ഉടര ജഗൽക്കമന. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾ കേൾക്കും ചില കിഡ്നി പേഷ്യന്റ് സൗഖ്യമായ വാർത്തകൾ. ഉടര ജഗൽക്കമന ശന്തര ജാത ഹദര വൈര രഗൽക്കമന സന്തലാരകണം യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നിങ്ങളിൽ എത്രത്തോളം വിശ്വാസം കത്തുന്നുണ്ടോ അത്രത്തോളം ആയിരിക്കും നിങ്ങളുടെ വളർച്ചയുടെ ലെവൽ. ആമേൻ. സ്തോത്രം. ഇച്ചിരി വിശ്വാസത്തിന് ഇച്ചിരി വിടുതൽ. നിങ്ങൾ കത്തുന്ന വിശ്വാസമുണ്ട്. യേശു ഒരിക്കൽ പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ആശ്ചര്യപ്പെട്ടവർ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, നിന്റെ വിടുതൽ നിന്റെ കയ്യിലാ. ഓ, വിശ്വസിക്കാൻ നീ തയ്യാറായാൽ യേശു നിന്നെ ഇന്ന് സൗഖ്യമാക്കാൻ പോകുക. ഉടര മനക വൈഷമന രകൽക്കമന. ഇവിടെ പറയുന്ന അവർ പുരാതന ശൂന്യങ്ങളെ പണിയും. 2 പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കും. അങ്ങനാണെങ്കിൽ സ്തോത്രം, ഒരു മോട്ടോർ ബൈക്ക് കേടായാൽ വർക്ക്ഷോപ്പ് പോയി നന്നാക്കുന്നത് പോലെ, ഒരു കാറിന് എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാൽ മെക്കാനിക്കിന്റെ അടുക്കെ പോകുന്നത് പോലെ, ദൈവാത്മാ ഉപവാസ പ്രാർത്ഥനയിൽ പറയുക, നിന്റെ കേടായിരിക്കുന്ന ശരീര അവയവങ്ങൾ, ഓ നിന്റെ കേടായിരിക്കുന്ന സഭയുടെ മണ്ഡലങ്ങൾ യേശു നന്നാക്കാൻ പോകുക. ഉടാ ഹദൽക്കമന ശബര ഹദിരജദൽക്കമന. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യവും 18-ാം വാക്യവും. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം 18-ാം വാക്യം. ആമേൻ. സ്തോത്രം. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ വചനങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്തോണം കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മൾ കർത്താവിന്റെ ഒരു പ്രതിബിംബമാകാൻ പോകുക. എങ്ങനെ തേജസ്സിന്റെ മേൽ അത് നിത്യതയിലുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്, അത് ഭൂമിയിലുള്ള കാര്യമാണ്. നിന്നെ കാണുമ്പോൾ സ്തോത്രം ഭൂതങ്ങൾ അലറണം. ഈ മേരിക്കോവർ എന്ന് പറഞ്ഞൊരു ഏന്റി ഉണ്ടായിരുന്നു. സ്തോത്രം. ആ ഏന്റിയെ നിങ്ങൾക്ക് കേട്ട് കാണാം. ഭയങ്കര പ്രവാചകയായിരുന്നു, നിത്യത വിശ്രമിക്കുന്നു. ഒരിക്കലൊരു ഭവനത്തിൽ അവരെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു
സഹോദരിക്ക് ഭൂതോപദ്രവമായിരുന്നു. ആമേൻ. അപ്പോൾ ഇവരൊരു അംബാസഡർ കാറിൽ ഇവരെ പ്രാർത്ഥിക്കാനായി കൊണ്ടുപോയി. ഇവരവിടെ എത്തി പ്രാർത്ഥിക്കാനായി വീട്ടിലോട്ട് കയറിയപ്പോൾ ഈ പെൺകുട്ടിയെ കാണാനില്ല. അവർ തപ്പാനുള്ള സ്ഥലമില്ല, എല്ലായിടത്തും അന്വേഷിച്ച് ഇവരെ കാണാനില്ല. അങ്ങനെ മേരി കോവറേണ്ടി അവിടുന്ന് തിരികെ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, അടുത്ത വട്ടം ഞാൻ വരുമ്പോൾ ആരും ഞാൻ വരുന്ന കാര്യം ഇവിടെ പറയരുതെന്ന് പറഞ്ഞു. അടുത്ത വട്ടം ആരും അറിയാതെ ഒരു ദിവസം മേരി കോവറേണ്ടി വന്ന് ആ വീട്ടിലോട്ട് കയറിയപ്പോൾ സ്തോത്രം, കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവൾ പശുത്തൊഴുത്തിന്റെ പുല്ലിന്റെ അടി ഒളിച്ചിരിക്കുകയായിരുന്നു ദൈവസാന്നിധ്യം വരുന്നെന്ന് അറിഞ്ഞിട്ട്. എന്നാൽ ഇപ്രാവശ്യം എന്നാ സംഭവിച്ചെന്ന് അറിയാമോ? അപ്പോൾ ഈ മേരി കൗറേണ്ടി എന്നാ ചെയ്യുന്നെന്ന് അറിയാമോ? ആ വീട്ടിലോട്ട് ആരും അറിയാതെ വന്നു. പെട്ടെന്ന് അവർ കടന്നു വരുന്നത് കണ്ടതോടുകൂടെ ഭൂതം ബാധിച്ച പെൺകുട്ടി അങ്ങോട്ട് അലറാൻ തുടങ്ങി. ശാസിച്ചില്ല, ഉപവാസ പ്രാർത്ഥന നടത്തിയില്ല, പ്രാർത്ഥിച്ചില്ല, കൺവെൻഷൻ നടത്തിയില്ല. വന്നപ്പോൾ തന്നെ അവളുടെ അകത്തുള്ള ദുരാത്മ മണ്ഡലങ്ങൾ ഇളകി മാറി. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുകയാണ്, സ്തോത്രം, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയുണ്ടല്ലോ, ചിലരോട് പറയുക, നീ പ്രാർത്ഥിക്കണ്ട കേട്ടോ, നീ കാല് കുത്തുമ്പോൾ തന്നെ വിടുതൽ നടക്കാൻ പോകുക. ആമേൻ, സ്തോത്രം. നീ ഒരു സഭയ്ക്കകത്ത് കയറുമ്പോൾ വിടുതൽ നടക്കാൻ പോകുക. നിന്റെ ഭവനത്തിൽ നീ നിമിത്തം, ദൈവാത്മ പറയുക, നീ നിമിത്തം നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. ചുമ്മാതാണോ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്? തേജസ്സിന്റെ മേൽ തേജസ്. ഞാനിത് പ്രസംഗിക്കുമ്പോൾ തന്നെ ഒരു ആത്മമണ്ഡലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആത്മമണ്ഡലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. തേജസ്സിന്റെ മേൽ തേജസ്, ചിലതിന്റെ മേൽ ദൈവാത്മ പകരുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഉടരാ ഹന്തര വൈഡാ രകൽക്കമന സദരാജാനം. ഇവിടെ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടോ? ആത്മശക്തി പ്രാപിക്കാത്തവരുണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചോ. പുതിയ അന്യഭാഷ, പുതിയ അന്യഭാഷയോട് നിങ്ങൾ മീറ്റിംഗ് വിട്ടു പോകാൻ പോകുക. ആരാധിച്ച് ഏറ്റെടുത്തോ. ഉടാമന സന്തല വൈഡേ രകൽക്കമന. യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകളെ പൊട്ടിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പുതിയൊരു അഭിഷേകം ഏറ്റെടുത്തോ കേട്ടോ. പുതിയൊരു ആത്മമണ്ഡലം ഏറ്റെടുത്തോ. തേജസ്സിന്റെ മേൽ തേജസ്. നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഒരു ദൈവശക്തി വെളിപ്പെട്ട് വരിക. ഉടര ജഗൽക്കമന സന്തല രഗല ഹത്തിര വൈരകരകജഗൽക്കമനന്തല വാടകരക്ഷസ്ഥാനം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പോരുകളെയും ശാസിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ശാസിച്ചു മാറ്റുന്നു. ആമേൻ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? പ്രശ്നം നമ്മൾ തന്നെയാ. നമ്മൾ പറയും നമ്മുടെ ഭർത്താവ് ശരിയല്ല, നമ്മുടെ മക്കൾ ശരിയല്ല, പാസ്റ്റർ ശരിയല്ല. സത്യത്തിൽ നമ്മളാണ് പ്രശ്നം. നമ്മൾ തേജസ് വെളിപ്പെടുമ്പോൾ എല്ലാം മാറും. എനിക്ക് കത്തി, അതിനുശേഷം ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തി. എന്റെ വിടുതലിന് തടസ്സം ഞാനാ. എന്റെ ഉയർച്ചക്ക് തടസ്സം ഞാനാ. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഞാൻ തേജസ് പ്രാപിച്ചാൽ, ഞാൻ നിമിത്തം, ജോസഫ് നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിങ്ങൾ നിമിത്തം നിങ്ങളുടെ സഭ, നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ പോകുക. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ജോസഫ് നിമിത്തം ആ രാജ്യത്തെ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ദൈവവൈതലേ, നീ നിമിത്തം നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടാൻ പോകുക. ഒരിക്കൽ പൗലോസ് ഒരു പട്ടണത്തിൽ കൂടെ, ഒരു ഗ്രാമത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ചെന്ന് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം ജനത്തോട് വിളിച്ചറിയിക്കുന്നവർ. ഈ സ്ത്രീ ഇത് പറഞ്ഞപ്പോൾ പൗലോസ് തിരിഞ്ഞ് മുഷിഞ്ഞു പറഞ്ഞു, സ്തോത്രം, അവളുടെ ഭൂതത്തെ ശാസിച്ചു. ഉടനെ അതവളെ വിട്ട്, ഇതൊക്കെ ചർച്ചിന്റെ അകത്ത് നടന്ന മിനിസ്ട്രി അല്ല, സ്ട്രീറ്റ് മിനിസ്ട്രിയാ. ദൈവാത്മാ പറയാ, സ്ട്രീറ്റിൽ വെച്ച് ഭൂതങ്ങൾ അലറുന്ന കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്നു. ഉടനെ നീ പോകുന്ന സ്ഥലങ്ങൾക്കകത്ത്, നീ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കകത്ത് ഭൂതം ബാധിച്ചവർ യേശുവിന്റെ നാമത്തിൽ, ആത്മാവുള്ള ദൈവത്തിന്റെ പൈതലേ, നീ നിമിത്തം അവർ വിടുതൽ പ്രാപിക്കാൻ പോകുക. എപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കും. ഇപ്പോൾ തന്നെ ഏറ്റെടുക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന TB ജോഷുവ എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ കർത്താവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ പ്രാർത്ഥിക്കാൻ കർത്തവർഗക്കാർ കൂട്ടം കൂട്ടമായി കടന്നു വരും. അദ്ദേഹം നടക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, സ്തോത്രം, മഴക്കാലത്ത് കാറ് വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ വെള്ളം സൈഡിലോട്ട് തെറിക്കുന്നത് പോലെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഭൂതം ബാധിച്ചവർ തെറിച്ചു പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പല ആര് ചോദിക്കും, കർത്താവേ, തേജസ്സിന്റെ മേൽ തേജസ്, പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവം യേശുവിന്റെ നാമത്തിൽ എന്റെ മേൽ പകരണമേ. ആരുടെയൊക്കെയോ മുകളിൽ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ട് വരുന്ന ആത്മാവിൽ ഞാൻ കാണുകയാ. ഊടാ ഹതുര ജഗൽക്കമന, ഒരു വലിയ ആത്മമണ്ഡലം വെളിപ്പെട്ട് വരുന്നു.
ഉദര സംബന്ധമായി രോഗത്താൽ ഭാരപ്പെടുന്ന ചിലതിനെ യേശു സൗഖ്യമാക്കുക. റീഗൽ കമന ജഗത രഗജഗത യൂട്രസ് സംബന്ധമായി ദൈവിക സൗഖ്യങ്ങൾ ദൈവം ഇതിന്റെ മധ്യേ ചെയ്തുകൊണ്ടിരിക്കുന്നു. രഗൽ കമന സന്തല രഗനെ ഹദച്ച സന്തര ജഗൽ കമാന. യേശുവിൻ നാമത്തിൽ ശബ്ദമില്ലെങ്കിലും കുഴപ്പമില്ല, ആത്മാവിന്റെ ചലനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി അല്പം കൊണ്ടും അധികം കൊണ്ടും തന്റെ ജനത്തെ വിടിവിക്കാൻ കഴിയുന്ന സർവശക്തൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഇവിടെ പറയുകയാണ്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കണം. എന്നാ വാക്ക, എത്രായിരം വർഷം മുമ്പ് എഴുതിയതാ അല്ലെ, എന്നാ സെന്റൻസാ, ഇത്രയും ബ്യൂട്ടി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? ആമേൻ, സ്തോത്രം. നമ്മൾ എന്നറിയാമോ, കണ്ണാടി പോലെ പ്രതിബിംബിക്കാൻ പോകുക. സ്തോത്രം. ഈ വെളിച്ചം കണ്ണാടിയിൽ അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്നത് പോലെ നിന്നിലോട്ടൊരു ദൈവിക വെളിച്ചം കടന്നു വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പ്രതിബിംബിക്കാൻ പോകുക. നീ കർത്താവ് യേശു വിശ്വസിക്കാൻ, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെങ്കിൽ നീ നിമിത്തം നിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം യേശുവിനെ കാണാൻ പോകുക. നീ പ്രതിബിംബമോ, ദൈവിക പ്രതിബിംബങ്ങളാ നിങ്ങൾ ഓരോരുത്തരും. ആമേൻ, ആമേൻ, ആമേൻ. എന്നിട്ട് പറയുകയാണ്, തേജസ് പ്രാപിച്ചല്ല, തേജസിന്റെ മേൽ തേജസ് പ്രാപിച്ച് നമ്മൾ പ്രതിമയായി രൂപാന്തരപ്പെടുക. ഈർഷ്യയില്ല, പിണക്കമില്ല, അടിയില്ല, കലഹമില്ല. പിന്നെയോ ദൈവിക അനുരൂപമായി ദൈവശക്തി പ്രാപിച്ച ദൈവജനം ഈ ദിവസങ്ങൾ ശക്തിയോടെ എഴുന്നേൽക്കട്ടെ. ആമേൻ. ജീസസ്, യേശുവിന്റെ നാമത്തിൽ ജയമടിക്കുകയാണ്, ജയമടിക്കുകയാണ്. സ്തോത്രം. താഴോട്ടേക്ക് വരുമ്പോൾ ഇവിടെ കാണുകയാണ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലോട്ട് വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യം 6-ാം വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യവും 6-ാം വാക്യവും. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതെ ഇരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. താങ്ക് യു സിസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് അനേകം ന്യായാധിപന്മാരെ കാണാം. അതിലൊരു ന്യായാധിപനായിരുന്നു ശിംശോൻ. നമ്മൾ ഓരോരുത്തരും ഓരോ ന്യായാധിപന്മാരാണെന്ന് മറക്കണ്ട കേട്ടോ നമ്മുടെ ദേശത്ത്. അവൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയപ്പോൾ തിമ്നയ്ക്കെതിരെ മുന്തിരിത്തോട്ടത്തിൽ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പന്റെയും അമ്മയുടെ നേരെ ഇവൻ അലറാറില്ല. വയ്യെ പോകുന്ന ആര് നേരെ ഇവൻ അലറാറില്ല. അഭിഷേകമുള്ളവനെ കാണുമ്പോൾ ഇവന് ഇളകും. ആമേൻ. കൃപയുള്ളവനെ കാണുമ്പോൾ ഈ ബാലസിംഹത്തിന് ഇരിക്കപ്പൊറുതിയില്ല. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, സർപ്പത്തിന്റെ മേലെ അണയമേലെ നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. അപ്പോൾ നമ്മുടെ ഭവനമണ്ഡലങ്ങളിൽ ചില ബാലസിംഹങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. എത്രയൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. അത് ഇടയ്ക്കിടയ്ക്ക് അലറി വരുന്നത് കൊണ്ട് നിന്റെ പ്രശ്നം തീരാത്തത്. അഭിഷേകം നിന്റെ അകത്ത് കത്തുമ്പോൾ അലറി വരുന്ന ബാലസിംഹത്തെ ഈ ദിവസങ്ങളിൽ പേടിച്ചോടാനല്ല, കടഭാരത്തെ പേടിച്ചോടാനല്ല, യേശുവിന്റെ നാമത്തിൽ അതിനെ തകർക്കുന്ന ഒരു അഭിഷേകം ജനത്തിന്റെ മേൽ ദൈവം പകരുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉടര ഹൽക്കന സന്ദന വൈഡ രഗൽഖമന. ആമേൻ. എന്താ ശിംശോന്, നിനക്ക് മാത്രം ഈ പ്രശ്നം? നിനക്ക് മാത്രം എന്താ ഈ വെല്ലുവിളി? നിന്റെ കൂട്ട് സഹോദരന്മാർക്കില്ലാത്തത്? ശിംശോൻ പറയും, അതെനിക്കറിയത്തില്ല, പക്ഷെ എനിക്കൊന്നറിയാം. പ്രതിസന്ധി എന്റെ നേരെ അലറി വരുമ്പോൾ ഞാൻ അതിനെ കീറിക്കളയും. എന്താ നിനക്ക് മാത്രം രാജ്യത്ത് ഇത്ര വലിയ, ക്രിസ്ത്യാനികൾക്ക് രാജ്യത്ത് ഇത്ര വെല്ലുവിളി എന്താ? എന്താ ക്രിസ്ത്യാനികളെ എല്ലാവരും തല്ലുന്നത്, ചർച്ചിൽ തീ വെക്കുന്നത്? അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നമ്മുടെ അകത്ത് മറ്റൊരു തീയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ തീ. അകത്ത് തീയുള്ളവന്റെ തീയെ കെടുത്തുവാൻ ലോകത്തെ തീക്ക് പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ ശക്തി സൂമിൽ വെളിപ്പെടുക. ദൈവാത്മാവിന്റെ ശക്തി സൂമിൽ വെളിപ്പെടുക. ഊടകല ഹതുര ജഗൽക്കമന അന്തല രഗന. നിന്റെ ഭാവിയെ തടയുന്ന, നിന്റെ വിവാഹത്തെ തടയുന്ന, നിന്റെ ജോലിയെ തടയുന്ന ദുഷ്ടാത്മ മണ്ഡലങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിലെ മീറ്റിംഗിൽ അയച്ചു മാറ്റുക.
അടരാ ഹത്തൽ വൈഡ. എനിക്ക് ഭയങ്കര ആത്മമണ്ഡലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വലിയൊരു ആത്മശക്തി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ബാലസിംഹങ്ങളെ വലിച്ചു കയറുന്ന അഭിഷേകം വെളിപ്പെടട്ടെ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. അടാ ഹദാ രഗൽക്കമന സന്തല വൈഡബര ജഗൽക്കമ. ചെയുടെ മുകളിൽ ഒരു ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്ന ഞാൻ കാണുക കേട്ടോ. ഓ, അത് എന്തിനാണെന്നറിയാമോ? അത് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് ചില വിടുതലുകൾക്ക് വേണ്ടിയാണ്, മറക്കണ്ട. ആമേൻ. സ്തോത്രം. നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിലോമീറ്ററുകൾ അപ്പുറത്ത് ചലനങ്ങൾ നടക്കുക. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ മണ്ഡലങ്ങളിൽ വിടുതൽ വരിക. ആമേൻ. സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ കത്തിക്കോ. ദൈവം ചിലതെല്ലാം ചെയ്യാൻ പോകുക. ആമേൻ. സ്തോത്രം സ്തോത്രം. ഉടരാ ഹന്തല വൈഡ രഗൽക്കമാന ഹന്തൽക്കമന. ഞാൻ എൻ്റെ ചെറിയ വയസ്സിൽ, എനിക്കൊരു 14 വയസ്സുള്ള സമയത്ത്, 14 15 വയസ്സിൽ ഞാനൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ചർച്ചയിൽ പോയി. ചുമ്മാ പോയതാ, എന്നിൽ വലിയ ഉണർവൊന്നും ഇല്ലായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പോയി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കുറെ പേര് വീണ് കിടക്കുന്നു, കുറെ പേര് കരയുന്നു, കുറെ പേര് ചിരിക്കുന്നു. ഭയങ്കര അന്തരീക്ഷം, ഭയങ്കര പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് ഞാൻ അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രവാചകൻ, കൊച്ചു പ്രവാചകൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രായമൊക്കെ ഉണ്ട്, 40-40 വയസ്സുണ്ട് അന്ന്. പക്ഷേ പൊക്കത്തിൽ കുറവ്, ഒരു 5 അടി പോലും ഇല്ല പുള്ളിക്കാരൻ. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവിലേക്ക് വന്നതാ. അദ്ദേഹം എൻ്റെ തലയിൽ വെച്ച് എന്നോടൊരു പ്രവചനം, ഓ നിന്റെ വാ എൻ്റെ വാ പോലെ ആകാൻ പോകുക. സ്തോത്രം. ആമേൻ. എന്നിട്ട് എൻ്റെ ഭവനത്തിലെ രഹസ്യങ്ങളെല്ലാം എൻ്റെ ചെവി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, ഇതെവിടെ നിന്ന്? എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഈ ഹിന്ദുവിൽ നിന്ന് വന്ന പെന്തക്കോസുകാരനാണ് ഞാൻ. ഇദ്ദേഹത്തിന് എങ്ങനെ വെളിപ്പെട്ട്? അങ്ങനാണെങ്കിൽ എൻ്റെ പിറകെ ഒരു ശക്തി നടപ്പുണ്ട്. അത് മനസ്സിലായപ്പോൾ അന്ന് ഞാൻ മുട്ടുമടക്കി പറഞ്ഞു, കർത്താവേ, അങ്ങ് പറഞ്ഞല്ലോ നീ എന്നെ അനുസരിച്ചാൽ എൻ്റെ വാ നിന്റെ വാ പോലെയാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനിതാ സമർപ്പിക്കുന്നു. അന്ന് സമർപ്പിച്ചതാ. ഇന്ന് എനിക്ക് എത്ര വയസ്സായെന്നറിയാമോ? ഇന്നും ആ സാന്നിധ്യം എന്നെ വിട്ടുമാറിയിട്ടില്ല. ഓ, രാത്രി ഉറങ്ങുമ്പോൾ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ദൈവ സാന്നിധ്യം, ഓ ഉപവസിപ്പാൻ പറയുന്ന ദൈവ സാന്നിധ്യം എന്റെ കൂടെ അപ്പനെ പോലെ, അമ്മയെ പോലെ, സഹോദരനെ പോലെ, സഹോദരിയെ പോലെ, ഭാര്യയെ പോലെ എന്റെ കൂടെ നടക്കുന്ന ദൈവ സാന്നിധ്യത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഓ, ഇന്ന് ദൈവാത്മാ അങ്ങനെ ചിലരെ തൊടുകയാ കേട്ടോ. നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെ തൊട്ടുണർത്തുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുക. നിങ്ങളെ തകർക്കുന്ന ബാലസിംഹങ്ങളെ കീറുന്ന ഒരു അഭിഷേകം. ഓ, അപ്പൊ ചോദിക്കും, അത്രേ ഉള്ളൂ ബിനീഷ? അല്ല കേട്ടോ, അതോടുകൂടെ എല്ലാം കൂടെ വരിക. സകലവും നിങ്ങൾക്ക് ദൈവം തരാൻ പോകുക. ആമേൻ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഈ സാമ്പത്തിക നന്മകളും ഇതൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നെന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ തുറന്നു ഞാൻ പറയത്തില്ല. പക്ഷേ എൻ്റെ കെട്ട് പൊട്ടിയപ്പോൾ എൻ്റെ ഭവനത്തിലെ കെട്ടും പൊട്ടി. ഈ തീ വന്നാൽ, ഓ പാമ്പ് ചാകും, ബാലസിംഹം ചാകും, ദാരിദ്ര്യം ചാകും, തലമുറകളുടെ ശാപങ്ങൾ ചാകും. യേശുവിന്റെ നാമത്തിൽ അത് ജനം ഏറ്റെടുക്കട്ടെ. ഉടരാ ജഗൽക്കമന സന്തര വൈഡ രഗജഗദൽക്കമന ശതര. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്. അനുഭവം. ഈ തീ കത്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സുവിശേഷകന്മാർ കഷ്ടം അനുഭവിക്കുന്നില്ലേ? അവരുടെ കഷ്ടത മാറാത്തത് എന്താ? അവരുടെ കഷ്ടതയും മാറ്റത്തില്ലെന്നാ നമുക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ? വിശ്വാസം കത്തുമ്പോൾ വിടുതൽ വരുമെന്ന്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് പേരുടെ ചരിത്രം എനിക്കറിയാം. ഓ, ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, ഇവിടെ ചില അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോ. ദൈവം ചിലതെല്ലാം ചെയ്യാൻ പോകുന്നു. ആമേൻ. ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. സമയം വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആമേൻ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അതിൽ കൂടെ അവന്റെ കൂട്ടുകാർ 2 അതിന് മുന്നേ പോയതാ. അവർക്ക് പ്രശ്നമില്ല. അവന്റെ കുടുംബക്കാര് പോയത്, അവന് പ്രശ്നമില്ല. സ്തോത്രം. എന്താണെന്നറിയാം, അവർക്ക് പ്രശ്നമില്ല. ഈ ബാലസിംഹം വന്നാ പിന്നെ ഈ ബാലസിംഹം പിടിക്കണ്ട, ബോധം കിട്ട അവർ ചത്തോളും. അത്ര ധൈര്യമുള്ളവർക്ക്. പക്ഷെ ശിംശോൻ അങ്ങനല്ല. ശിംശോന് ബാലസിംഹവും പ്രശ്നമല്ല, ഫെലിസ്തരും പ്രശ്നമല്ല, ഇരുമ്പ് ചങ്ങലയും പ്രശ്നമല്ല. ഓ, എന്നാ വന്നാലും ആരാണ്? സ്തോത്രം. ഇവൻ ശിംശോൻ കുലുങ്ങത്തില്ല. നമ്മൾ കുലുങ്ങരുത് കേട്ടോ. ആമേൻ. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കത്തില്ല. നീ കുലുങ്ങിപ്പോകരുത്. വെല്ലുവിളി വരുമ്പോൾ കുലുങ്ങരുത് തന്നെ. യേശുവിന്റെ നാമത്തിൽ വെല്ലുവിളികൾ ചവിട്ടി മതിക്കുന്ന ഒരു അഭിഷേകം വെളിപ്പെടണം. ദൈവാത്മ പറയുക, ഭരണത്തിന്റെ അടിസ്ഥാനം മാത്രമല്ല, ചില ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ഭരണാധികാരികളുടെ പൊസിഷനുകളും ദൈവം എടുത്തു മാറ്റം നമ്മൾ കാണാൻ പോകുകയാ. സുവിശേഷത്തിന് വേണ്ടി കരയുന്ന ഒരുപാട് പേർ നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിലുണ്ട്. അവരുടെ കണ്ണുനീർ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കൽ എത്തിയിരിക്കുക. എന്റെ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറുന്നു.
ഉടാ ഹദൽ കമന സന്ദര ജാദ ഹൈഡ രാജ. സത്യത്തിൽ ഇതിനെ തിരിക്കുന്നത് നമ്മളാ. നമ്മുടെ പ്രാർത്ഥനാ മണ്ഡലമുണ്ടല്ലോ, ഭരണത്തിന്റെ ചക്രങ്ങളെ തിരിക്കുമെന്ന് എത്ര വിശ്വസിക്കുന്നു? ഓ, സഭ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിറക്കിയ ദൈവം ഇന്ന് രാത്രി ചില ബാലസിംഹങ്ങളെ കീറിക്കളയുക. അജന ആ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഓ, ഈ ദിവസങ്ങളിൽ സ്തോത്രം, നിങ്ങളുടെ ഭവനത്തിലും ദൈവത്തിന്റെ ചില കരങ്ങൾ വെളിപ്പെടുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുക. ആരോ ഒരു യാത്ര പുറപ്പെടുന്നത് പോലെ സ്തോത്രം, എന്തോ ചില സൂട്ട് കേസുകളും സ്തോത്രം ചില സംഭവങ്ങളൊക്കെയുമായിട്ട് സ്തോത്രം ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഒരു യാത്രയിലോട്ട് പോകുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ ഭവനത്തിന്റെ സ്തോത്രം അടിസ്ഥാനങ്ങൾക്ക് ഈ ദിവസങ്ങൾ ചില ഉറപ്പുകൾ ദൈവം നൽകി തരാൻ പോകുക. ഓ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു, നീ വലത്തോട്ടും ഇടത്തോട്ടും പറക്കും. ഓ സ്തോത്രം, ഇന്ന് രാത്രി നിങ്ങളുടെ നിറവിന്റെ അനുഭവത്തിലോട്ട് മാറാൻ നിങ്ങൾ തയ്യാറായിക്കോ. രാജ ഹന്തല രകൽക്കമന വൈരേ ശംദല ധാരകൽ കനാരക അതിലെ സപ്തല രക ജഗതൽക്കമാന. ചില പട്ടണങ്ങളും സ്തോത്രം ചില സ്റ്റേറ്റുകളെല്ലാം ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ചില കമ്പനികൾ, ചില ഓണർഷിപ്പുകൾ, ദൈവത്തിന്റെ കരങ്ങൾ. ഓ ദൈവം നിങ്ങൾക്ക് ഇവിടെ അനുകൂലമായ ചില പേപ്പർ വർക്കുകളെല്ലാം ചെയ്യുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുക. ശന സന്ദര ജഗതകൽ കമാന വൈഡ ഹദരച്ച് എല്ലാ അവിശ്വാസങ്ങളും യേശുവിൻ നാമത്തിൽ ക്യാൻസലായി മാറട്ടെ. ഒരു സ്വസ്ഥതയുടെ അനുഭവത്തിലോട്ട്, ഒരു സ്വസ്ഥതയുടെ അനുഭവത്തിലോട്ട്, ഒരു ആത്മം നിറവിന്റെ അനുഭവത്തിലോട്ട്. ഓ 4 വ്യക്തികളെ ദൈവം തൊടാൻ പോകും. നിങ്ങളുടെ കുടുംബത്തിൽ 4 വ്യക്തികളെ പരിശുദ്ധമായി തൊടുന്ന ഒരു കാഴ്ച ഞാൻ അറിയുക. ഓ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായി നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ, തൊട്ടുകൊണ്ടിരിക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ, സ്തോത്രം. ഇവിടെ കാണുക, നമ്മൾ വചനത്തിലോട്ട് മടങ്ങി വരാം. ഇവിടെ കാണുകയാണ് സ്തോത്രം, ഈ 6-ാം വാക്യത്തിലോട്ട് ഞാൻ വായിക്കാം. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ആമേൻ. അപ്പോൾ എപ്പോഴാ വന്നത്? സിംഹം വരുമ്പോൾ. ആമേൻ, സ്തോത്രം. പ്രതിസന്ധി വരുമ്പോൾ അഭിഷേകത്തെ നിറഞ്ഞോണം കേട്ടോ. ആമേൻ. പ്രതിസന്ധി വരുമ്പോൾ പ്രവാചകനെ വിളിക്കാൻ ഫോൺ നമ്പർ എടുക്കുകയല്ല വേണ്ടത്, അപ്പൊ കത്തിക്കാണണം. എന്നിട്ട് വേണം പ്രവാചകനെ വിളിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ നിന്റെ അകത്ത് അന്യഭാഷ വന്നോളണം. അപ്പോൾ ശിംശോൻ കത്തി. ഓ എത്ര ദിവസം ഉറങ്ങിക്കിടക്കുന്നതാണെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ തീ കത്തണമെന്ന് ഒരിക്കൽ പൗലോസ് എന്നാ ചെയ്തെന്നറിയാമോ? തീ കൂട്ടിയപ്പോൾ അനലെ ചൂട് നിമിത്തം പുറത്തു വന്നു. നിന്നെ ദൈവം വിളിച്ചത് തീ കത്തിക്കാനാ. അടാ മന, തീ കത്തിക്കുന്ന ശുശ്രൂഷ, തീ കത്തിക്കുന്ന ദൈവ ചലനം ഇന്ന് രാത്രി വെളിപ്പെടുത്തുക. ഓ റിഗൽ കമന സന സന്ദ റെയ്നാഡ് ബോംഗെ എന്ന് പറഞ്ഞ ദൈവദാസൻ ആഫ്രിക്കയെ കത്തിച്ചെങ്കിൽ ഇന്ത്യയെ നമ്മുടെ മുകളിൽ ദൈവം പകരത്തില്ലോ. ഓ റിഗൽ കമ, ഇന്ന് രാത്രി ദൈവാത്മ പറയുക, ചില ഇരുണ്ട ഭൂഖണ്ഡങ്ങളെ റെയ്നാഡ് ബോംഗെ കത്തിച്ചതുപോലെ ഇന്ത്യയുടെ ഉറങ്ങിക്കിടക്കുന്ന മണ്ണിനെ ഉണർത്തുവാൻ ദൈവാത്മാവിന്റെ ചലനം വെളിപ്പെടട്ടെ. അടാ അലകൽ കമന ശന്തല വൈഡ രഗനം. സ്തോത്രം. അവിടെ പറയുകയാണ് സ്തോത്രം, അവന്റെ മേൽ വന്നപ്പോൾ കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. സ്തോത്രം. എല്ലാവർക്കും ചിലർക്ക് ചിലതെല്ലാം വേണം എന്ന് പ്രാർത്ഥിക്കുന്നത് ഒന്നുമില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം ശൂന്യതയിൽ നിന്ന് ഉളവാക്കുന്നവൻ എന്റെ അകത്തിരിപ്പുണ്ട്. ആമേൻ, സ്തോത്രം. ശൂന്യതയിൽ നിന്ന് ഉളവായി വരട്ടെ എന്ന് കൽപ്പിച്ചവൻ എന്റെ അകത്തിരിക്കുന്ന ഒരു ദൈവശക്തി വെളിപ്പെടാൻ പോകുക. ഇവിടെ പറയുന്നു സ്തോത്രം, അവൻ അതിനെ കൊന്നുകളഞ്ഞത് സിംഹത്തെ പോലെയല്ല, അവന്റെ ശക്തിയെ ദൈവം ക്ഷയിപ്പിച്ചു കളഞ്ഞു. ശിംശോൻ അതിനെ കീറിക്കളഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി 10 ലക്ഷം കടഭാരമുണ്ടെങ്കിലും 1 കോടി കടഭാരമുണ്ടെങ്കിലും 1000 രൂപ പോലെ അതിനെ കീറിക്കളയുന്ന വിശ്വസിക്കുന്നു. നിന്റെ വിഷയങ്ങളെ ദൈവം മുമ്പിൽ നിന്ന് സമർപ്പിക്കാൻ തയ്യാറാണോ? എത്ര വലിയ പ്രശ്നങ്ങളും നിന്റെ മുന്നിൽ കീറപ്പെടാൻ പോകുക. അടാമന ശന്തല രകൽക്കമാന ഹത്തര വൈരകൽക്കമാന. ഓ പ്രശ്നങ്ങളെ വലുതായി കാണരുത് കേട്ടോ. പ്രശ്നങ്ങളെ വലുതായി കാണരുത്, രോഗങ്ങളെ വലുതായി കാണരുത്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ മരിക്കും ശൗലിന്റെ കയ്യാൽ. അപ്പോൾ ദാവീദെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ശമൂവേൽ പ്രവാചകനല്ലേ പറഞ്ഞത് നീയാണ് അടുത്ത ഇസ്രായേലിന്റെ രാജാവെന്ന്? ദാവീദ് പറഞ്ഞു, ദൂതൊക്കെ ശരിയാ, വചനമൊക്കെ ശരിയാ, ഒന്നും കാണാനില്ല. ഓ സ്തോത്രം, ഒന്നും കാണാനില്ലയോ? ഇന്ന് രാത്രി ദൈവാത്മ പറയുക, കയ്യിലൊന്നുമില്ലയോ? പക്ഷേ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കാൻ പോകുക. സ്തോത്രം.
എന്റെ ശബ്ദം അടങ്ങി വന്നു കേട്ടോ. ഒരു ശക്തി വ്യാപരിക്കുക യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മ പറയുന്നു, ഒന്നുമില്ലാതിരിക്കേ, നിന്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കേ നിന്റെ പ്രതിസന്ധികളെ നീ ചവിട്ടാൻ പോകുകയാ. ഊടാ ഹദുര, നിന്റെ ഭവനാന്തരീക്ഷത്തിൽ കെട്ടിക്കിടക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ ദൈവത്തെ കീറിക്കളിയുക. അജാഹത്തൽ കബാര വൈരാ മാന ഉടൽ കബാര വൈരാ വിമല ആറെന്ന് പറയുന്ന പ്രിയ സിസ്റ്റർ ദൈവാത്മ പറയുകയാണ്, ഇന്ന് രാത്രി ഒരു അഭിഷേകം ഏറ്റെടുത്തു. ദൈവിക കരം നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. ഒരു തിമോത്തിയോസ് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് എഴുന്നേക്കും. ഒരു തിമോത്തിയോസ്, എനിക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോന്നൊന്നും അറിയത്തില്ല. ഈ ഒരു തിമോത്തിയോസ് എഴുന്നേക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണുക. സുവിശേഷത്തിന്റെ ഒരു ബടൻ നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടുന്ന ഒരു കാഴ്ച കാണും. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ ദൈവാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ഒരു അപ്പോസ്തലിക മണ്ഡലം, ഓടാ ഹദുര വൈഡ, ഒരു അപ്പോസ്തലിക മണ്ഡലം നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുക. സ്തോത്രം. ഉടമാറുകൾ കരയുന്ന കണ്ണുകളെ, ഇരുവശങ്ങളിൽ ദൈവാത്മാവ് പറയും, കരയുന്ന കണ്ണുകളെ, കണ്ണുനീരിനെ ഞാൻ തുടക്കാൻ പോകുക. ആദാ മാന വൈഡാ മാന ശംദല ഹദിൽക്കമാന യേശുവിൻ നാമത്തിൽ എല്ലാ പൈശാചിക മണ്ഡലങ്ങളും ഞാൻ ശാസിക്കുകയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇവിടെ പറയുന്നു, സ്തോത്രം, ഈ ഒരു വാക്യത്തിൽ നിന്ന് അടുത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് ദൈവാത്മാവ് അടുത്ത് വരിക എന്ന് വെച്ചാൽ, സ്തോത്രം, അവൻ അതിനെ കീറിക്കളഞ്ഞു. അവൻ അത് അപ്പനോടും അമ്മ ശിംശോൻ സിംഹത്തെ കൊന്നിട്ട് പോലും ആരോടും പറയുന്നത് ഒളിച്ചു നോക്കിയ. കാരണം ഇവനിത് സ്ഥിരം പരിപാടിയാണെന്ന്. ഇതൊന്നേ എഴുതിയിട്ടുള്ളൂ. ആമേൻ. നമ്മളൊക്കെ ഒരു ചെറിയ തലവേദന മാറിയ നാട് മുഴുവൻ പറഞ്ഞു നടക്കും. ശിംശോൻ, സ്തോത്രം, വലിയ സിംഹത്തെ കീറി വെച്ച് മിണ്ടാതെ പോവുകയാ. ഓ, അതാണ് അഭിഷേകം. എപ്പോഴും ഇതാ പരിപാടി. പിന്നെ എങ്ങനെ പറയുന്നേ? ഓ, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത പോലുള്ള വിടുതലുകളാ ദൈവം എന്നോട് പറയാൻ പറയുന്നു. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത പോലെ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ പറയാനാ? ദൈവം എങ്ങനെ പറയാൻ പറയുന്നു? ഉടരാ ഹത്തൽ കബര ശംദല വൈഡ അരകണം. നിനക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത പോലെ എന്തോ അങ്ങനെ ഒരു പരിശുദ്ധമെന്ന് പറയാൻ പറയുന്നു. കൗണ്ട് ചെയ്യാൻ പ്രാർത്ഥനകളുടെ മറുപടികൾ വരാൻ പോകുക. ഓ, വിടുതലുകൾ നീ കാണാൻ പോകുക. ദൈവന്മാർ ചില സ്ഥലങ്ങൾ വാങ്ങിച്ച് വീട് പണിയുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. സ്ഥലങ്ങൾ വാങ്ങിച്ച് വീട് പണിയുന്ന ഒരു കാഴ്ച. ഓ, ദൈവം അങ്ങനെ ചെയ്യാൻ പോകുക കേട്ടോ. ചിലതിനെ ഭവനത്തിന്റെ പണികൾ നടക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. അമേൻ, 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 അമേൻ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. അമേൻ. ഒരിക്കൽ ഒരു സഹോദരൻ വീട് പണിയുന്ന സമയത്ത്, സ്തോത്രം, അപ്പുറത്തെ അമ്മച്ചിക്ക് വീടില്ല. അപ്പൊ അവര് പറഞ്ഞു, സഹോദര, വീടൊക്കെ എന്നാത്തിനാ പണിയുന്നേ? സ്തോത്രം, കർത്താവ് വരാറായില്ലേ എന്ന്. അമ്മച്ചി പറയുന്നൊന്നും കേൾക്കാതെ ഇദ്ദേഹം വീടൊക്കെ പണിത് താമസം തുടങ്ങി. സ്തോത്രം. ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്കും പൈസ ഒക്കെ കിട്ടി. കർത്താവ് വന്നില്ല. അമ്മച്ചി 2 നില വീട് പണിതു. അപ്പൊ കർത്താവ് വരുന്നതിന് മുമ്പ് വീടില്ലാത്തവർ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. ആമേൻ. കർത്താവ് വരുന്നതിന് മുമ്പ് വീടില്ലാത്തവർ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. നമ്മുടെ ജോലി നമ്മൾ എടുക്കുമ്പോൾ, സ്തോത്രം, ദൈവം നമ്മൾ അനുഗ്രഹിക്കാനിടയായി തീരും. ഇവിടെ പറയുകയാണ്, സ്തോത്രം, ന്യായാധിപന്മാർ 15-ാം അധ്യായം, എന്റെ സമയം തീരാറാകുന്നു. ന്യായാധിപന്മാർ 15-ാം അധ്യായം 14-ാം വാക്യം. ഒന്ന് ബാലസിംഹമല്ലേ, ഞാൻ വായിക്കാം കേട്ടോ. ഒന്ന് ബാലസിംഹമല്ലേ വന്നത്, എന്നാൽ 14-ാം വാക്യം പറഞ്ഞു, അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്തർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. സ്തോത്രം. എന്ന് വെച്ചാൽ ഈ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്തർ അവനെ കണ്ടിട്ട് ആർത്തു എന്ന് വെച്ചാൽ, സ്തോത്രം, ഞാനൊരു കാര്യം പറയട്ടെ. ഇവന്റെ കയ്യിൽ ഇത്രയും ആളുകളുള്ളപ്പോൾ ഇവന്റെ കയ്യിൽ നിന്നെ കെട്ടിയിരിക്കുന്നത്. കാരണം ഇവർക്കറിയാം ഇവന്റെ കെട്ടയച്ചാൽ ഞങ്ങളുടെ കാര്യം പോക്കാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. ഈ 1000 പേർക്ക് ഒരുത്തൻ മതിയെന്നേ. ഇനി 10,000 പേര് വന്നാലും ഇവന് ഒരുത്തൻ മതി. സ്തോത്രം. അതുകൊണ്ട് കയ്യിലും കാലിലുമെല്ലാം കയറ് കൊണ്ട്, പുതിയ കയറ് കൊണ്ട് കെട്ടിയിട്ടാ കൊണ്ടുവന്നത്. കൊണ്ടുവന്നപ്പോൾ ഇവരങ്ങോട്ട് ആർത്തു. അവരാർക്കാണ് ആർക്കുന്നതെന്നറിയാമോ? അന്യദൈവത്തിനാണ് ആർക്കുന്നത്. ഈ സ്തോത്രം, ഇവന് ഈ ശിംശോൻ അനങ്ങാതിരിക്കുക. അന്യാരാധന വെളിപ്പെട്ടപ്പോൾ, മനസ്സിലായില്ലല്ലേ? അന്യാരാധന ശക്തി വെളിപ്പെട്ടപ്പോൾ യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മുകളിൽ വീണ്ടും വന്നു. ബാലസിംഹത്തെ കൊന്നുവരുന്ന വരവാ. അവർ എഴുന്നേറ്റ് പറയുന്നു, സ്തോത്രം, അവന്റെ കയ്യെ കെട്ടിയിരിക്കുന്ന കയറുണ്ടല്ലോ, അത് കരിഞ്ഞ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. സ്തോത്രം. എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ കയറുകളെയും കരിച്ചു കളയുന്ന അഭിഷേകത്തിന്റെ തീ അവന്റെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. എങ്ങനെയാണ് ഈ കയറ് കത്തിയതെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തി. ഇന്ന് രാത്രി അഗ്നി നമ്മുടെ മധ്യേ കത്തട്ടെ.
ഉടര ഹന്തല വൈഡ അഗ്നി നമ്മുടെ മധ്യ ദൈവാത്മാവ് കത്തിക്കുക. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, ചില കുടുംബങ്ങൾ ഒരു കത്തുന്ന ഒരു അനുഭവത്തിലോട്ട് മാറാൻ പോകുക. അരാ മന സന്ദര വൈഡ മാന സമ്പൽ കമന റഗല. എന്തോ ഒരു ന്യൂസിലാൻഡുമായി ബന്ധപ്പെട്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. അഡാമന ശംദൽ വൈഡ റഗൽക്കമന സദാ റഗൽക്കമാന. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചോ, ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നു. ന്യൂസിലൻഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ ചില കരങ്ങൾ ചലിക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുക. റഗന അന്തൽ വൈഡന റഗജഗദൽ കമന ധീര അന്തൽ കമന ശംദരാജകരം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ദൈവം ചില സീലുകൾ പതിപ്പിക്കുന്ന, നിങ്ങളുടെ ചില പാസ്പോർട്ടുകളിൽ ദൈവിക സീലുകൾ പതിയുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിച്ചോ, ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറയുകയാണ്, സ്തോത്രം, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ കെട്ടിയ കയർ, ഈ കയറിനെ പൊട്ടിക്കാൻ ഒക്കത്തില്ല. സ്തോത്രം, പൊട്ടിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ദൈവം കയറിനെ കത്തിച്ച് കളഞ്ഞു. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി കത്തേണ്ടതെല്ലാം കത്താൻ പോകുക. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ഓ സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുമ്പോൾ കത്താത്തതെല്ലാം കത്തും. ഇന്ന് സ്തോത്രം, ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ തീ വെളിപ്പെടാൻ പോകുക. സ്തോത്രം. ബൈബിൾ പറയുന്നത് അവന്റെ കൈമേൽ നിന്ന് ബന്ധനമെല്ലാം ദ്രവിച്ചുപോയി യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. ബൈബിൾ പറയുന്ന ഒരു കഴുതയുടെ പച്ചത്താടിയല്ല കണ്ടത്, കൈനീട്ടിയെടുത്ത്, അതുകൊണ്ട് അവൻ 1000 പേരെ കൊന്നുകളഞ്ഞു. ഉടാമന ശംദല രകൽക്കമാന. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുക. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരൻ. അവൻ കളരി വർഷങ്ങളായിട്ട് പഠിച്ച വ്യക്തിയാ. കളരി 10 വർഷത്തിലധികം കളരി പഠിച്ചൊരു വ്യക്തിയാ. അവനെ കണ്ടാൽ തന്നെ വളരെ മില്ലിച്ചിരിക്കും. ഞങ്ങൾക്കെല്ലാം അവനോട് അധികം അടുത്ത് പോകാനൊക്കെ പേടിയാ. ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രശ്നം നടന്നു. അങ്ങനെ ഇവൻ അവിടെ ഉണ്ടായിരുന്നു. ഇവനെ തല്ലാൻ വേണ്ടി ആളുകൾ വന്നു. സ്തോത്രം. അപ്പോൾ ഞങ്ങൾ കരുതി, ഇത്രയും ഭയങ്കര കളരിയുടെ ആളല്ലേ, അപ്പൊ ഇവൻ സ്തോത്രം ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കരുതില്ല. ഇവൻ എന്നാ ചെയ്തെന്ന്, കുനിഞ്ഞ് കാലിൽ നിന്ന് ചെരുപ്പ് ഊരി കൈ പിടിച്ചു. ചെരുപ്പിട്ടുകൊണ്ട് അടിക്കാനൊക്കത്തില്ലല്ലോ, അത് ഊരി കൈ പിടിച്ചു, ഒറ്റ ഓട്ടം. പിന്നെ അവനെ പരിസരത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങളത് കഴിഞ്ഞിട്ട്, കളരിയുടെ 10 വർഷം പഠിച്ച വ്യക്തിയാ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോളേജ് വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ചേട്ടാ സൂരജ് എന്ന പേര്, സൂരജ് സ്തോത്രം, നീയല്ലേ വല്ല കളരി ആശാൻ എന്ന് പറഞ്ഞത്, നീ എന്താ ചെരുപ്പെടുത്ത് ഓടിക്കളഞ്ഞത്? അവൻ പറഞ്ഞു, സ്തോത്രം, അതൊക്കെ അങ്ങ് പറയാമെന്നേ ഉള്ളൂ, നമുക്ക് തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഇതൊക്കെ വെളിയിലെടുക്കത്തുള്ളൂ, അതൊക്കെ ചുമ്മാ അടിക്കുന്നതാ. എന്നാൽ ശിംശോൻ അങ്ങനെയല്ല കേട്ടോ. ശിംശോൻ 1000 എണ്ണത്തിന് ഒറ്റയടിക്ക് വീഴ്ത്തി. ഇത് ഒറിജിനൽ അഭിഷേകമാ. അഭിഷേകം ഇല്ലാത്തവരോടും, ആത്മമണ്ഡലം ഇല്ലാത്തവരോടും, ചർച്ചിന്റെ പ്രശ്നം വരുമ്പോൾ ഓടും. കൃപയുള്ളവനെ ഓടിക്കാനൊക്കത്തില്ലെന്നേ. അവൻ ഉറച്ചു നിന്ന് വീരം പ്രവർത്തിക്കും. ഓ സ്തോത്രം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. ഓ ദൈവം ചിലതൊക്കെ സമഭൂമിയാക്കാൻ പോകുക. ഓടുന്ന അഭിഷേകമല്ല, ഓടിക്കുന്ന അഭിഷേകം വരാൻ പോകുക. നിന്റെ ഒരു വഴിയായി ശത്രു വരുമ്പോൾ അവൻ 7 വഴിയായി ചതുരമാറുവന്നെ. അടാ ഹൽക്കന സന്ദന ജഗന ജഗൽക്കമാന അമ്പൽ. നിങ്ങളുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ വിത്തുകൾ വിതയ്ക്കുകയാൽ ചില സ്ഥലങ്ങൾ നിന്ദിക്കപ്പെടുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. സ്തോത്രം. നിന്ദിക്കപ്പെടുന്ന വേറെ ജോലിയൊന്നുമില്ലേ? സ്തോത്രം എന്നൊക്കെ ചോദിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടും കേട്ടോ. ഉടരാ ജഗൽക്കമന. ആൾ മാറിയതുപോലെ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ചിലതിനെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുക. അതാ വൈഡ ശന്തല രഗജഗദൽക്കമന ദൂര ജാത അതിൽക്കമന സന്തല രഗൽക്കമന. യേശുവിന്റെ നാമത്തിൽ ചില ശാപത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ചില കുടുംബങ്ങളിലുള്ളവരെ സ്നാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ ഒരു വഴി തുറക്കാൻ പോകുക. ഉടര ഹന്തല രഗജഗദൽക്കമന. എന്തോ ചില ബീച്ച് പോലുള്ള ഏരിയകളിൽ താമസിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ചില ഉണർവുകളെ കൊണ്ടുപോകുവാൻ ഈ കടൽക്കര പോലുള്ള ചില സ്ഥലങ്ങൾ, സ്തോത്രം, ചില ഹാർബറുകൾ പോലുള്ള ചില ഇടങ്ങളിലെല്ലാം ചില വ്യക്തികളെല്ലാം നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ദൂത ഏറ്റെടുത്തോ. കൂടാതെ സ്തോത്രം ദൈവാത്മാവ് ചില ഡോളറുകൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഞാൻ കാണുന്നു. ഉടരാ ഹന്ത. നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലകൾക്കകത്ത് ചില സപ്പോർട്ടുകൾ വെളിപ്പെടുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ദൈവാത്മാവ് പറയുകയാണ്, സ്തോത്രം, എന്തോ ചാരിറ്റി പോലെ ദൈവാത്മാവ് ചില വ്യക്തികളെ സഹായിക്കുന്ന ഒരു കാഴ്ചയും. ഉടരാ ഹംദല രഗൽക്കമന ജൂദൽക്കൽ.
ഏതോ ഒരു വ്യക്തി സഹായിച്ച് നിങ്ങൾക്ക് വേണ്ടി ചില സ്തോത്ര പ്രൊജക്റ്റുകൾ ഓപ്പണായി വരുന്ന ഒരു കാഴ്ച, ചില പേരുകളൊക്കെ എഴുതിയിട്ട് ചില പ്രൊജക്റ്റുകൾ ഓപ്പണായി വരുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുക. നിങ്ങളുടെ മിനിസ്ട്രിയുടെ പേര് മാത്രമല്ല, മറ്റൊരു പേരിലും കൂടെ നിങ്ങളൊരു ചാരിറ്റി വർക്ക് പോലെ ദൈവത്തിന്റെ കരം നിങ്ങളെ വെളിപ്പെടാൻ പോവുക. സ്തോത്രം. അടര ഹംദല വൈഡമന ശകലകരൽക്കമന. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ. സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കാൻ പോവുക. എനിക്ക് വേണ്ടി എൻ്റെ മിനിസ്ട്രി നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ സമയം തീരുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കാര്യം കൂടെ ഇരിക്കേണ്ടതിനും നിങ്ങൾ ഓർക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്തെന്നറിയാമോ? ശൗലിനെ പോലെ പിറകെ നടക്കുന്ന ചില ശക്തിയുണ്ട് ശുശ്രൂഷയിൽ കയറി വരാതിരിപ്പാൻ. ആ മണ്ഡലങ്ങളെ വെട്ടാൻ ഈ ദിവസങ്ങളിൽ ഒരു മണ്ഡലത്തിലോട്ട് കയറേണ്ടതിന് പരിശുദ്ധാത്മാവ് സഹായിപ്പാൻ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഇവിടെ കടന്നു വന്ന നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവം വീണ്ടും മാനിക്കട്ടെ.